നമസ്കാരം. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരായ സൈനിക നടപടി ആരംഭിച്ചിട്ട് ഇത് മൂന്നാം ദിവസമാണ്. ഇപ്പോഴും കനത്ത ആക്രമണം ഇറാനിൽ നടക്കുകയാണ്. മാത്രമല്ല, ഇറാനാകട്ടെ ഇസ്രായേലിലേക്കും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കും വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമായും മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഗൾഫ് മേഖലയിൽ ഇറാൻ ആക്രമണം നടത്തുന്നത്. ഇറാൻ്റെ ഈ ആക്രമണം അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാനാണ് എന്നാണ് പൊതുവെ ഈ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. കാരണം ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളെ മുഴുവൻ സംരക്ഷിക്കേണ്ട ബാധ്യത അത് അമേരിക്കയ്ക്കുണ്ട്. ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് അമേരിക്ക അവിടങ്ങളിൽ വലിയ സൈനിക താവളങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ആ സൈനിക താവളങ്ങൾക്ക് നേരെ ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തുകയാണ്. അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തി എന്ന ഒരു ആരോപണമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഇതാ ഈ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങളെയാണ് തങ്ങൾ ആക്രമിക്കുന്നത്, അല്ലാതെ ഈ രാജ്യങ്ങളെ അല്ല എന്ന നിലപാടായിരുന്നു ഇന്നലെ വരെ ഇറാൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ ഇറാൻ സൗദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓയിൽ റിഫൈനറി അടക്കം ആക്രമിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. മാത്രമല്ല, അരാംകോയുടെ ആ ഓയിൽ റിഫൈനറി ആക്രമിച്ചതിൽ സൗദിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രത്യാഘാതമായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, ഇറാനെതിരെ തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ് എന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ ഒരു സംയുക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. ഇപ്പോൾ സൈനിക നടപടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയുമാണ്. അമേരിക്കയും ഇസ്രായേലിൻ്റെയും സംയുക്ത ആക്രമണം ഇറാൻ്റെ നത്താൻസ് ആണവ കേന്ദ്രത്തിൽ ആക്രമണം നടന്നു എന്നാണ് ഇപ്പോൾ ഇറാൻ സ്ഥിരീകരിക്കുന്നത്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഒരു യോഗത്തിലാണ് ഇറാൻ്റെ പ്രതിനിധി ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ആണവ വികിരണ സാധ്യതയുണ്ട് എന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വലിയൊരു സംഘർഷമാണ് മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നടക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. പക്ഷേ ഇത് എത്ര നാളാണ് ഇത് തുടങ്ങി വച്ചിരിക്കുന്നു, ഇതിനി എന്നാണ് ലക്ഷ്യം കാണുക എന്ന ഒരു ആശങ്കയിലാണ് എല്ലാവരും ഉള്ളത്. കാരണം ഇപ്പോൾ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ക്രൂഡ് ഓയിലിൻ്റെ വില ഏതാണ്ട് 13% വർദ്ധിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. വിലക്കയറ്റവും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട യുദ്ധ സംബന്ധമായ പാർശ്വഫലങ്ങളും ഉടൻ രാജ്യങ്ങളിൽ കണ്ടു തുടങ്ങും എന്ന് തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് എത്രയും വേഗം അവസാനിക്കുന്നതാണ് നല്ലത് എന്ന ഒരു അഭിപ്രായത്തിലേക്ക് എല്ലാ രാജ്യങ്ങളും എത്തിച്ചേർന്നിട്ടുമുണ്ട്. പക്ഷേ എപ്പോഴും എങ്ങനെയാണ് ഈ യുദ്ധം അവസാനിക്കുക, എത്ര കാലം എടുക്കും എന്നത് സംബന്ധിച്ച പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്ക തന്നെ പറയുന്നതനുസരിച്ച് 4 ആഴ്ചകൾ വേണ്ടിവരും എന്നാണ്. അതായത് 1 മാസത്തോളത്തെ സൈനിക നടപടി ഇതിനാവശ്യമാണ്, അവരുടെ ലക്ഷ്യം കാണാൻ ആവശ്യമാണ്. ആയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടുവെങ്കിലും ഇറാനെ തങ്ങളുടെ വരുതിയിലാക്കാൻ 1 മാസം വേണം എന്ന് അമേരിക്ക പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറഞ്ഞത് 1 മാസമെങ്കിലും എടുക്കും. അതിനപ്പുറത്തേക്ക് എത്ര ദിവസം വേണമെങ്കിലും പോകാം എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്തുകൊണ്ടാണ് ഇറാൻ സൈന്യത്തെ കീഴടക്കാൻ അല്ലെങ്കിൽ ഇറാനെ മുട്ടുകുത്തിക്കാൻ ഇത്രയധികം പ്രയാസം? ഇറാൻ്റെ പരമോന്നത നേതാവ്, ഏകാധിപതി അയത്തുള്ള ഖമേനി തന്നെ വധിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ആ രാജ്യത്തെ പരാജയപ്പെടുത്താൻ ഇത്രയധികം സമയമെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ രാജ്യത്തിൻ്റെ സൈനിക ശക്തി തന്നെയാണ്. ആ രാജ്യത്തിൻ്റെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്നറിയപ്പെടുന്ന ഇറാൻ്റെ വിപ്ലവ സേന, അത് ഏതാണ്ട് മതം കുത്തിവെച്ചിട്ടുള്ള ഒരു സേനയാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന പടയാളികൾ എന്ന രീതിയിലാണ് ആ സേന പ്രവർത്തിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സേനയെ കീഴ്പ്പെടുത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എണ്ണത്തിൽ കൂടുതലാണ് അവർ. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈനികർ ഒരുമിച്ച് വന്നാലും ഒരു കരയുദ്ധത്തിന് പോലെയുള്ള സാഹചര്യങ്ങൾ അത് വലിയ പ്രയാസമായി വരും. ഇരുഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പരമാവധി എയർ സ്ട്രൈക്കുകളും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആക്രമിക്കുക, ഇതിലൊക്കെയാണ് ഇപ്പോൾ അമേരിക്ക മുൻതൂക്കം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ തന്നെ അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേൽ ആക്രമണം നടത്തി വരികയായിരുന്നു. ആ ആക്രമണത്തിൻ്റെ 12ാം ദിവസം അമേരിക്ക B-2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാൻ്റെ ആണവ സംവിധാനങ്ങൾ തകർത്തു എന്ന വാർത്ത നമ്മൾ കണ്ടതാണ്. ഇറാൻ്റെ 3 പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ അന്ന് ആക്രമിച്ചു. പക്ഷേ അന്ന് ആക്രമിച്ചതിൽ ഫോർദോ അതുപോലെ തന്നെ നഥാൻസ് എന്നീ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായും അമേരിക്കയ്ക്ക് എന്ന റിപ്പോർട്ടുകൾ പിന്നീട് വന്നിട്ടുണ്ട്. അതിൽ ഇതുവരെയും സ്ഥിരീകരണമൊന്നുമില്ല. പക്ഷേ ഈ 2 ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർന്നു എന്ന് ഉറപ്പുവരുത്താനായിരിക്കും ഇനി അമേരിക്ക ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ആണവ കേന്ദ്രങ്ങളിലടക്കം ആക്രമണം വരും ദിവസങ്ങളിൽ നടന്നേക്കുമെന്ന സൂചനയുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇതാ നഥാൻസ് ആണവ കേന്ദ്രം അമേരിക്ക ആക്രമിച്ചു എന്ന്
ഇറാൻ തന്നെ സമ്മതിക്കുകയാണ്. മാത്രമല്ല ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ കയ്യിലുള്ള മിസൈലുകൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം വ്യോമസേന അത് ദുർബലമാണ്. കാരണം പാശ്ചാത്യ ഉപരോധങ്ങളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് ഇറാൻ്റെ കയ്യിൽ നല്ല യുദ്ധവിമാനങ്ങളൊന്നുമില്ല. നാവികസേനയെ സംബന്ധിച്ചിടത്തോളവും അത് വളരെയധികം ദുർബലമാണ്. പക്ഷേ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ള മിസൈലുകളും ഡ്രോണുകളുമാണ്. വൻ ശേഖരം തന്നെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും വൻ ശേഖരം തന്നെ ഇറാൻ്റെ കയ്യിലുണ്ട്. എന്നാൽ ഈ ശേഖരങ്ങൾ ഇറാൻ വിന്യസിച്ചിരിക്കുന്നത് ഈ വലിയ ഭൂപ്രദേശത്തിൻ്റെ പല ഇടങ്ങളിലുമായിട്ടാണ്. രാജ്യം മുഴുവൻ ആയുധം ശേഖരിച്ചു വച്ചിരിക്കുകയാണ്. മിസൈലുകളും ഡ്രോണുകളുമെല്ലാം പർവ്വതങ്ങളും മറ്റും തുരന്ന് അതിനടിയിലാണ് ഇറാൻ ഈ ആയുധങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കണ്ടെത്തി നശിപ്പിക്കുക എന്നുള്ളത് അമേരിക്കയെയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ഒരു ജോലിയാണ്. ഇറാൻ്റെ ഈ ആയുധ ശേഖരം ഇല്ലാതായാൽ മാത്രമേ ഇറാനെ തടുത്തു നിർത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അത് ഇപ്പോഴെന്തായാലും തൽക്കാലം അത് വലിയ സങ്കീർണമായ ഒരു പ്രവർത്തനമാണ് എന്ന് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സെർച്ച് ആൻഡ് ഡിസ്ട്രോയ് എന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നയമാണ് ഇപ്പോൾ യുദ്ധമുഖത്ത് അമേരിക്കയും ഇസ്രായേലും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇതെല്ലാം രാജ്യത്തിൻ്റെ പലയിടങ്ങളിലായി വ്യാപിച്ച് കിടക്കുകയാണ്. ഇതിനെ പിന്തുടരുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇതിന് 4 ആഴ്ചത്തെ സമയം വേണം എന്ന് കൃത്യമായി പറയുന്നത്. മൊസാദിൻ്റെ ശക്തമായ സാന്നിധ്യം ഇസ്രായേലിലുണ്ട്, CIA-യുടെയും സാന്നിധ്യം അവിടെയുണ്ട്. ഇൻ്റലിജൻസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തുക, അതിലൂടെ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ സുപ്രധാനമായ കേന്ദ്രങ്ങളെ ആക്രമിക്കുക, ശക്തി കേന്ദ്രങ്ങളെ ആക്രമിക്കുക എന്ന നയമാണ് ഇപ്പോൾ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇറാനിൽ ബഹുജനങ്ങൾ അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഒരു വലിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിലുമാണ്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങൾക്കെതിരെ കാടടച്ച് വെടിവെക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിൽ സിവിലിയൻസിനെ കൊല്ലുന്ന രീതിയിലുള്ള ആക്രമണവും അമേരിക്ക ഇപ്പോൾ നടത്തുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നടത്താൻ വലിയ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിലടക്കം ഏതാണ്ട് 54 പെൺകുട്ടികൾ മരിച്ചു എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്, സ്കൂളിൽ നടന്ന ആക്രമണങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കി ഇറാനെ തളച്ചിടുന്ന തരത്തിൽ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ പ്രഹരിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും പയറ്റുന്നത്. അതിന് 4 ആഴ്ച വേണ്ടിവരും എന്നാണ് അമേരിക്കയുടെ അഭിപ്രായം. എന്തായാലും ഇപ്പോൾ സമാധാന ശ്രമങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല. ആ സമാധാന ശ്രമങ്ങൾ ഉടൻ തന്നെ ഉണ്ടായില്ല എങ്കിൽ ഈ പറയുന്ന 4 ആഴ്ചയ്ക്കും അപ്പുറത്തേക്ക് യുദ്ധം നീളാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.